നല്ല ഇനം വിത്തുകൾ നമ്മൾ നല്ല കർഷകരിൽ നിന്ന് തന്നെ എടുക്കണമെന്ന് ഞാൻ പറയാനുള്ള കാരണം എന്തുകൊണ്ടാണെന്ന് ഞാൻ വിശദീകരിക്കാം. ഞാനിവിടെ നട്ട 100 മൂട് വെണ്ടയിൽ നിന്ന് ഒരു 5 വെണ്ടയ്ക്ക ഞാൻ വിത്തിന് വേണ്ടി നിർത്തിയിരുന്നു. അപ്പോൾ ഈ 5 വെണ്ടയ്ക്കയിൽ ഒരു 3 എണ്ണം നല്ല ഉണങ്ങിയപ്പോൾ ഞാനിപ്പോൾ വിത്തിന് വേണ്ടി അത് പറിച്ചെടുക്കുകയുണ്ടായി. അപ്പോൾ ഈ 3 എണ്ണത്തിൽ 2 വെണ്ടയ്ക്കായിൽ നിന്ന് ഞാൻ എടുത്തപ്പോൾ എനിക്ക് 110 വിത്തുകളാണ് ആ 2 വെണ്ടയ്ക്കയിൽ നിന്ന് മാത്രം എനിക്ക് ലഭിച്ചത്. നമ്മളിന്ന് കടകളിൽ പോയി വെണ്ടയ്ക്ക വാങ്ങുകയാണെങ്കിൽ നമുക്കറിയാം 1 കിലോ വെണ്ടയ്ക്കയ്ക്ക് ഏകദേശം 25-28 രൂപയ്ക്കാണ്. പല വ്യത്യസ്ത മാർക്കറ്റുകൾ റേറ്റ് മാറുന്നുണ്ട്. ഒരു ആവറേജ് റേറ്റ് എന്ന് പറയുന്നത് ഒരു 26 രൂപയാണ് 1 കിലോയ്ക്ക് കർഷകന് ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു 2 വെണ്ടയ്ക്ക എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം 1 രൂപയോ 2 രൂപ പോലും ചിലവാകുന്നില്ല. ഈ 2 വെണ്ടയ്ക്കയിൽ നിന്ന് നമുക്ക് 110 വിത്തുകൾ ലഭിക്കുമ്പോൾ ഈ കോർപ്പറേറ്റ് സമൂഹം എന്താണ് ചെയ്യുന്നതെന്ന് കരുതിയാൽ അവർ കർഷകരിൽ നിന്ന് ഈ വിത്തിനങ്ങൾക്കുള്ള വെണ്ടയ്ക്ക വാങ്ങുകയും ഈ വെണ്ട ഈ 110 എന്ന് പറയുന്ന 2 വെണ്ടയ്ക്കയിൽ നിന്നാണ്. ഇത് ഏകദേശം ഒരു 6 ബാഗോ 6 5 ചെറിയ വിത്തുകളുടെ പാക്കറ്റാക്കി ഒരു 60 രൂപ 65 രൂപ ആണ് ലോക്കൽ മാർക്കറ്റുകൾ. ഇത് നല്ല ക്വാളിറ്റി ഉള്ള ബാഗുകളിൽ നല്ല നന്ദരി പോലുള്ള കമ്പനികളാണെങ്കിൽ ഓരോ പാക്കറ്റിനും 30-35 രൂപ വിലയിടുന്നുണ്ട്. അപ്പോൾ അവർ 2 വെണ്ടയ്ക്കയിൽ നിന്ന് അവർ നേടുന്നത് ഏകദേശം 100-120 രൂപയോളമാണ് 2 വെണ്ടയ്ക്കയിൽ നിന്ന് അവർക്ക് നേടാൻ കഴിയുന്നത്. ഒരു കർഷകൻ ചെയ്യുന്ന കൃഷിയുടെ ഒരു 25% നമ്മൾ വിത്തിന് വേണ്ടി മാറ്റിവെക്കുകയാണെങ്കിൽ ആ കർഷകന് വിളകളിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാളും ഒരു വരുമാനം ഈ വിത്ത് വിൽക്കുന്നതിൽ നിന്ന് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഈ കാണുന്ന ഒരു പയറിൽ ഞാൻ വിത്തിന് വേണ്ടി നിർത്തിയിരിക്കുകയാണ്. ഇതിൽ ഏകദേശം ഒരു 25ഓളം വിത്തുകളുണ്ടാവും. എന്നാൽ നല്ല ഗുണമേന്മയുള്ള വിത്തുകൾ ഇതിൻ്റെ നടുഭാഗത്താണ് ഉണ്ടാകുന്നത്. നടുഭാഗത്തുള്ള ഒരു 5-6 വിത്തുകൾക്ക് മാത്രമേ നല്ല ഗുണമേന്മ ഉണ്ടാവുള്ളൂ. എന്നാൽ ഇതൊരു കോർപ്പറേറ്റ് സമൂഹമാണെങ്കിൽ ഇതിൻ്റെ 25 വിത്തുകളും പാക്കറ്റിലാക്കി വിൽക്കുന്ന ഇതാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ ഒരു വ്യക്തി ഒരു പാക്കറ്റിൽ 15 വിത്തുകളുള്ളത് വാങ്ങുമ്പോൾ ഏകദേശം ഒരു 7-8 മാത്രമേ അത് നല്ല ചെടിയായിട്ട് മുളച്ച് അത് കായ്ഫലങ്ങൾ ഉണ്ടാകുന്നുള്ളൂ. കാരണം ഇതാണ്.